Hi students, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ കപ്പാസിറ്റേഴ്സ് എന്ന ഭാഗമാണ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജസ് ആൻഡ് വി ഹാവ് സീൻ ദ capacitance of a parallel plate capacitor and its value is C equal to epsilon 0 A by D. നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് എ ഡയലക്ട്രിക് ഇൻസൈഡ് എ കപ്പാസിറ്റർ. ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ ഒരു ഡയലക്ട്രിക് വാക്വത്തിന് പകരം ഒരു ഡയലക്ട്രിക് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഡയലക്ട്രിക് ക്യാൻ ബി എനി ഇൻസുലേറ്റർ. നമ്മൾ ഡയലക്ട്രിക്കിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഏത് ഇൻസുലേറ്റർ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇവിടെ നോക്കാം, ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്സ്, അതിൻ്റെ ഒരു സൈഡിൽ പോസിറ്റീവ് ചാർജസ്, ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജസ്, അതിൻ്റെ ചാർജ് ഡെൻസിറ്റി പ്ലസ് സിഗ്മ മൈനസ് സിഗ്മ. ഇത് നമുക്ക് സാധാരണ പോലെ ഡിറൈവ് ചെയ്യാം, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഫൈനൽ ഇക്വേഷൻ മതി. അതായത് ഒറിജിനലി ഇത് കപ്പാസിറ്റൻസ് നമ്മൾ C0 എന്ന് വിളിക്കുവാണെങ്കിൽ എപ്സിലോൺ 0 A by D. ഇനി ഇങ്ങനെ ഒരു ഡയലക്ട്രിക് ഇതിനിടയിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പോളറൈസേഷൻ കാരണം മൈനസ് സിഗ്മ പി, ഈ പോസിറ്റീവ് ചാർജ് പ്ലേറ്റിനടുത്ത് മൈനസ് സിഗ്മ പി എന്നൊരു ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ സൈഡിൽ പ്ലസ് സിഗ്മ പി ചാർജ് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ന്യൂ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി E0 പ്ലസ് ഇ പി, അതായത് സിഗ്മ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ 0. സിഗ്മ ബൈ എപ്സിലോൺ 0ക്ക് പകരം സിഗ്മ മൈനസ് സിഗ്മ പി ബൈ എപ്സിലോൺ 0 എന്ന് കിട്ടും. ഇനി ഡെറിവേഷൻ ആവശ്യമില്ല, നമ്മൾ വേണ്ട ജസ്റ്റ് എങ്ങനെയാണ് ആ ഫൈനൽ ഇക്വേഷനിലേക്ക് വരുന്നതെന്ന് മാത്രം പറയാം. ഇനി സിഗ്മ മൈനസ് സിഗ്മ പി, അതായത് ഇൻഡ്യൂസ്ഡ് ചാർജസ് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ഒറിജിനൽ ചാർജസ് ആയിരിക്കും. അതായത് കപ്പാസിറ്റർ പ്ലേറ്റ്സിൻ്റെ മുകളിൽ എന്താണോ ചാർജ് ഡെൻസിറ്റി അത് തന്നെയായിരിക്കും. അത് എന്തിനാണ് നമ്മളുടെ ഇവിടെ പോളറൈസേഷൻ കൊണ്ട് ഇൻഡ്യൂസ് ചെയ്യുന്ന ചാർജസ് ഒറിജിനൽ ചാർജിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പം നമുക്ക് ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് കെ അല്ലെ എപ്സിലോൺ R കൊണ്ടുവരാം. സിഗ്മ മൈനസ് സിഗ്മ പി ഈക്വൽ ടു 1/k ഇൻറ്റു സിഗ്മ എന്ന് കിട്ടും. അപ്പം ഇലക്ട്രിക് ഫീൽഡ് K ടൈംസ് ഡിക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ V ഈക്വൽ ടു E ഇൻറ്റു D ആണ്. പൊട്ടൻഷ്യലും K ടൈംസ് ഡിക്രീസ് ചെയ്യുന്നു. ഇനി കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനിൽ നമ്മൾ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുക V K ടൈംസ് ഡിക്രീസ് ചെയ്യുകയാണ്, ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് C ഈക്വൽ ടു K ഇൻറ്റു എപ്സിലോൺ 0 A by D. അതായത് കപ്പാസിറ്റൻസ് K ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. നമ്മൾക്കൊരു ഡയലക്ട്രിക്, അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണെങ്കിൽ അത് പേപ്പറോ പ്ലാസ്റ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം. അതിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് K ആണെന്ന് വിചാരിക്കുക. അത് എപ്സിലോൺ R എന്ന് പറയുന്ന ക്വാണ്ടിറ്റിയാണ്, റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ്. എപ്സിലോൺ 0 ബൈ എപ്സിലോൺ ആണ്. എപ്സിലോൺ R ഈക്വൽ ടു എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ആണ്. അപ്പം ആ Kയുടെ വാല്യൂ K ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി K എന്ന് പറഞ്ഞാൽ ഇതാ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 നമ്മൾ നേരത്തെ കണ്ടതാണ്. Kയുടെ വാല്യൂ എപ്പോഴും എന്താണ്, ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇനി ഒറിജിനൽ കപ്പാസിറ്റൻസ് വാക്വം അല്ലെങ്കിൽ എയർ ആണെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഇനി ഒരു ഡയലക്ട്രിക് നമുക്ക് ഈ ഇത്ര ഇക്വേഷൻ മതി. ആദ്യ ഡെറിവേഷനൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഈ ഇക്വേഷൻസ് മതി. ഇത് ഒറിജിനൽ വാല്യൂ. ഇനി ഡയലക്ട്രിക് വെച്ച് കഴിഞ്ഞാൽ ഒരു Kയും കൂടെ വരും, K ഇൻറ്റു വരും. അപ്പം C ഈക്വൽ നമുക്ക് എന്ത് എഴുതാം, K ഇൻറ്റു C0 എന്ന് എഴുതാം. ഈ ഭാഗം നമുക്ക് വേണം. അപ്പം അതിൽ നിന്ന് K ഈക്വൽ ടു എന്തായിരിക്കും, C ബൈ C0 അല്ലേ. സിൻസ് K ഗ്രേറ്റർ ദാൻ 1, കപ്പാസിറ്റൻസ് C ഗ്രേറ്റർ ദാൻ C0 എന്നാണ് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് 2 ഇക്വേഷൻ കിട്ടി അല്ലേ. ഒന്ന് ഈ എപ്സിലോൺ ബൈ എപ്സിലോൺ 0 ഉണ്ട്. ഇനി കപ്പാസിറ്റൻസ് വെച്ച് പറയുകയാണെങ്കിൽ റേഷ്യോ ഓഫ് ദി ന്യൂ കപ്പാസിറ്റൻസ് ടു ദ ഒറിജിനൽ കപ്പാസിറ്റൻസ് എന്നുള്ള വാല്യൂ കിട്ടും. ഇനി നമുക്ക് നോക്കാം, ഒരു കപ്പാസിറ്റർ പ്ലേറ്റ്, കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു സ്റ്റോർ ചാർജസ്. ആ കപ്പാസിറ്റൻസ് ഏതൊക്കെ രീതിയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം നമ്മുടെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ആദ്യം പറയാം, ടു ഇൻക്രീസ് ദ വിത്ത് ഏരിയ the capacitance increase with the area A of the plates. അതായത് കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് കാണുമ്പം സിലിണ്ടറിക്കൽ ഷേപ്പിലായിരിക്കുന്ന ഒരു കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ പാരലൽ പ്ലേറ്റ്സ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തതെന്ന് കാണാൻ വേണ്ടി വേറെ ഒരു സാറിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഇട്ടിരുന്നു. അപ്പോൾ തുറന്നു നോക്കുമ്പോൾ നീളത്തിലുള്ള 2 കണ്ടക്റ്റിംഗ് പ്ലേറ്റ്സ്, അലുമിനിയം പ്ലേറ്റ്സ് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ ഏരിയ കൂടുന്തോറും കപ്പാസിറ്റൻസ്, അതായത് എബിലിറ്റി ടു സ്റ്റോർ ചാർജസ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ എന്താണ് നമുക്കറിയാവുന്ന ഡിക്രീസ് വിത്ത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേസ്. ഡിയുടെ വാല്യൂ കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് 1 മില്ലിമീറ്റർ 1 സെൻറ്റിമീറ്റർ ഒക്കെ കുറയ്ക്കാൻ പറ്റുള്ളൂ. പക്ഷേ എന്താണ് ഒരു സൂപ്പർ കപ്പാസിറ്റീസ്, മൊബൈലിൽ സ്മാർട്ട് ഫോണിലൊക്കെ ഉപയോഗിക്കുന്ന സൂപ്പർ കപ്പാസിറ്റീസിൽ അത് നാനോ മീറ്റേഴ്സിലാണ്. അപ്പോൾ നാനോ ഇതിലേക്ക് പോകുമ്പോഴേക്കും സിയുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. പിന്നെ ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ഇറ്റ് ഈസ് ദ ഇൻക്രീസ് വിത്ത് ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റ് ഓഫ് ദ മീഡിയം. നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലക്ട്രിക് കോൺസ്റ്റൻറ്റിനെ അനുസരിച്ച്, അപ്പം കൂടുതലുള്ളൊരു ഡയലക്ട്രിക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് സിയുടെ വാല്യൂ വീണ്ടും കൂട്ടാൻ കഴിയും. പിന്നെ ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ഡയറക്റ്റ് നമ്മൾ ഈ ഇക്വേഷൻ കിട്ടിയിരിക്കുന്നത് എന്താണ്, കപ്പാസിറ്റർ പ്ലേസിൻ്റെ ഫുൾ ആയിട്ട് ഡയലക്ട്രിക് പ്ലേസ് ചെയ്യുമ്പോഴാണ് K×ε0 A/D എന്ന് പറയുന്നത്. പക്ഷേ വിക്ടേഴ്സ് ക്ലാസ്സിൽ ചെയ്ത ആ പ്രോബ്ലത്തിൽ എന്താണെന്ന് വെച്ചാൽ ഈ 3/4 D ഒരു 1/4 ഭാഗത്ത് മാത്രമാണ് ഡയലക്ട്രിക് വെച്ചിരിക്കുന്നത്. 1/4 Dയിൽ എന്താണ്, വാക്വം അല്ലെങ്കിൽ എയർ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊക്കെ നമുക്ക് ഡിറൈവ് ചെയ്യാം. പക്ഷെ അതല്ലാതെ തന്നെ ഇത് ഡിറൈവ് ചെയ്തിരുന്ന ഒരു ഇക്വേഷനുണ്ട്. അപ്പോൾ ആ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. ഇത് നമ്മുടെ HSS ലൈവ് നോട്ടിലെ ക്വസ്റ്റ്യൻ നമ്പർ 24 ആണ്. ഇവിടെ വെച്ചിരിക്കുന്ന ഒരു ഡയലക്ട്രിക് സ്ലാബിൻ്റെ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ D തിക്നെസ്സിലാണ് ഡയലക്ട്രിക് വെച്ചിരിക്കുന്നതെങ്കിൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ നിങ്ങൾ കാണാതെ പഠിക്കുക. C=ε0 A ഡിവൈഡ് ബൈ D മൈനസ് T പ്ലസ് T ഡിവൈഡ് ബൈ εr അല്ലെങ്കിൽ K. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കത് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം മറ്റേ ക്ലാസ്സിൽ വിക്ടേഴ്സ് ക്ലാസ്സിൽ അത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഈ ഇക്വേഷനിലെ ഉപയോഗിക്കാതെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആക്ച്വലി നിങ്ങൾക്കൊരു ഈ ഇക്വേഷൻ പഠിക്കുകയാണെങ്കിൽ ഏത് കേസിലും തിക്നെസ് വ്യത്യാസമുള്ള ഏത് കേസിലും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കേസ് നോക്കാം. ഇവിടെ തിക്നെസ് നമ്മൾ നേരത്തെ ഇക്വേഷനിൽ T എന്ന് പറയുന്നത് 3/4 D ആയിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഈ പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതായത് ഇവിടെ നോക്കാം, തിക്നെസ് T=3/4 D. നമ്മുടെ ഇക്വേഷൻ C'=ε0 A ഡിവൈഡ് ബൈ D മൈനസ് T പ്ലസ് T/K ആണ്. അപ്പോൾ T=3/4 D നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം എന്താണ്, D മൈനസ് 3/4 D എന്ന് വരും. നമുക്ക് ചെയ്തറിയത് 1/4 D എന്നറിയാം. പിന്നെ T വീണ്ടും 3/4 D ഡിവൈഡ് ബൈ K എന്ന് കൊടുത്തു. ε0 A ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 4 എന്ന് പറയുന്ന LCM ആണ്. അപ്പോൾ അല്ലേ 4D മൈനസ് 3D/4 ഞങ്ങൾ ചെയ്തതേ ഉള്ളൂ. ഇനി ഈ K 3/4 D ഡിവൈഡ് ബൈ K എന്ന് പറയുന്നത് എന്തായിരിക്കും, 3D/4K എന്നാവും. ഇനി നോക്കാം, ഈ ടേം സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്തായിരിക്കും, D/4 എന്ന് കിട്ടും പ്ലസ് ഇത് 3D/4K. ഇനി ഇവിടെ വീണ്ടും ഈ ഡിനോമിനേറ്ററിനെ ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യുന്നു. ഇവിടെ ഡിനോമിനേറ്റർ 4ഉം ഇവിടെ 4K ആണ്. LCM എന്ന് പറയുന്നത് 4K ആണ് അല്ലേ. അപ്പോൾ K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പം KD പ്ലസ് 3D, ഇതിവിടെ K വേണം. K×D പ്ലസ് 3D ഡിവൈഡ് ബൈ 4K. ഇനി ഈ ന്യൂമറേറ്ററിൽ D കോമൺ ആണ്. D പുറത്തേക്ക് എടുത്താൽ എന്തായിരിക്കും, K പ്ലസ് 3 ഡിവൈഡ് ബൈ 4K എന്ന് കിട്ടും. ഇനി നമുക്കറിയാവുന്ന കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ ε0 A/D മാറ്റി നിർത്തിയാൽ ബാക്കി ഡിവൈഡ് ബൈ K പ്ലസ് 3 ബൈ 4K ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകും അല്ലേ. 4K ഡിവൈഡ് ബൈ K പ്ലസ് 3 എന്ന് കിട്ടും. അപ്പോൾ ഒറിജിനൽ കപ്പാസിറ്റൻസ് Z0 ആണെങ്കിൽ അത് 3/4 D ആണ് നമ്മുടെ തിക്നെസ് ഡയലക്ട്രിക്കിൻ്റെ എങ്കിൽ എന്തായിരിക്കും, 4K ഡിവൈഡ് ബൈ K പ്ലസ് 3 ടൈംസ് ഇൻക്രീസ് ചെയ്യും. അതാണ് സംഭവിക്കുന്നത്. ഇനി ഞാൻ സാധാരണ അയച്ചു തരുന്ന സുജിസാറിൻ്റെ നോട്ടിലെ ഒരു അസൈൻമെൻറ്റ് പ്രോബ്ലം കൂടെ നോക്കാം. എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ് ഹാസ് കപ്പാസിറ്റൻസ് ഓഫ് 8 pF. What will be the capacitance if the distance between the plates is reduced by half and the space within them is filled with a substance of dielectric constant 6? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ സിമ്പിളാണ്.
ഒരു വാല പ്ലേറ്റ്, അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ 8pf ആണ്. അതിലെ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള സെപ്പറേഷൻ അത് നേർപകുതിയാക്കുന്നു, അതായത് d/2 ആക്കുന്നു. അതുപോലെ ഒരു ഡയലക്ട്രിക് കൊണ്ടുവെക്കുന്നു. ഡയലക്ട്രിക്കിൻ്റെ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എത്രയാണ്? 6 ആണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഓൾറെഡി ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവും ഇത്. ഇപ്പം ഇവിടെ നോക്ക്, കപ്പാസിറ്റൻസ് C = ε0A/d, അത് 8pf ആണ്. ഇനി പുതിയ ഡിസ്റ്റൻസ് d' = d/2 എന്ന് കൊടുക്കാം. ഇനി ε0ക്ക് പകരം എന്തായിരിക്കും? ε0 ഇൻറ്റു k ടൈംസ് ആണ് ചേഞ്ച് വരുന്നത്. ε0 ഇൻറ്റു 6 എന്ന് കിട്ടും. അപ്പം നമ്മുടെ ഇക്വേഷനിൽ ε0A/dയിലേക്ക് എന്തായിരിക്കും? ε0k എന്ന് വരും അല്ലേ? അപ്പോൾ ε0 ഇൻറ്റു 6 ഇൻറ്റു a /dക്ക് പകരം d/2 കിട്ടും. ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ d/2 എന്നുള്ളത് 2 മുകളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 ഇൻറ്റു 2 എന്ന് കിട്ടും. അപ്പോൾ ഇത്ര 12 ആണ്. പിന്നെ ബാക്കിയുള്ളത് ε0 ഇൻറ്റു a ഉണ്ട്, ഡിനോമിനേറ്ററിൽ d ഉണ്ട്. അപ്പം 12 ε0A/d എന്ന് കിട്ടും. ഈ വാല്യൂ എന്താണ്? ε0A/d എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ കപ്പാസിറ്റൻസ് ആണ്. നമ്മൾ c എന്ന് വിളിക്കുവാണെങ്കിൽ 12 ഇൻറ്റു c എന്ന് കിട്ടും. ഇനി 12 ഇൻറ്റു സിയുടെ വാല്യൂ തന്നിട്ടുണ്ട് 8pf ആണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ 12 ഇൻറ്റു 8pf, pf എന്ന് പറഞ്ഞാൽ പൈക്കോഫാരഡ് ആണ്, 10⁻⁻12 ആണ്. അപ്പോൾ അത് അങ്ങനെ തന്നെ ഇട്ട് ലാസ്റ്റും അങ്ങനെ നമുക്ക് വെച്ചാൽ മതി. അപ്പോൾ 12 ഇൻറ്റു 8, അപ്പോൾ 12 ഇൻറ്റു 8 എത്രയാണ്? 96 പൈക്കോഫാരഡ് എന്ന് കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അപ്പോൾ വിക്ടേഴ്സ് ക്ലാസ് 20ൽ വളരെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എക്സാമിന് ആവശ്യമുള്ളൂ. അതായത് എഫക്റ്റ് ഓഫ് ഡയലക്ട്രിക് ഓൺ കപ്പാസിറ്റൻസ്. അപ്പം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ എന്താണ്? k ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ സാറ് കുറേ എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് വോൾട്ട്മീറ്റർ, അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് കപ്പാസിറ്റൻസ് എങ്ങനെയാണ് കൂടുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്താണോ ഒരു ഡയലക്ട്രിക് വെച്ചാൽ k ടൈംസ് ഇൻക്രീസ് ചെയ്യുന്നു. ഇനി അത് ഫുള്ളായിട്ട് വെക്കുന്നില്ല, ഒരു തിക്നെസ് സ്റ്റീലേ ഉണ്ടെങ്കിൽ വാല്യൂ എന്താണ്? ε0A d/d പ്ലസ് t/k. അപ്പോൾ അതാണ് ഇക്വേഷൻ. അപ്പോൾ അത് വെച്ചൊരു പ്രോബ്ലം നമ്മൾ ചെയ്തു. ഇത് അത്രയേ ഉള്ളൂ. അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് 21ലേക്ക് പോകാം. വിക്ടേഴ്സ് ക്ലാസ് 20ൽ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു കപ്പാസിറ്ററിൻ്റെ വാല്യൂ, കപ്പാസിറ്റൻസ് ε0A/d അല്ലെങ്കിൽ പൈക്കോഫാരഡ്, നാനോഫാരഡ് വാല്യൂ അറിയാമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് കണക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പാരലായിട്ട് ഒന്നിൻ്റെ താഴെ ഒന്നായിട്ട് കണക്ട് ചെയ്താൽ എന്തായിരിക്കും പുതിയ കപ്പാസിറ്റൻസ്? അതാണ് വിക്ടേഴ്സ് ക്ലാസ് 21ൽ എടുത്തത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു സീരീസ് കണക്ഷൻ. നമുക്ക് കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റൻസ് C1 ഉണ്ട്, കപ്പാസിറ്റർ വിത്ത് കപ്പാസിറ്റർ C2, അനദർ കപ്പാസിറ്റർ. ഇനി ഇവിടെ ഒരു കപ്പാസിറ്ററിൻ്റെ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് മറ്റൊരു പോസിറ്റീവ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഈ നെഗറ്റീവ് പ്ലേറ്റിൽ നിന്ന് എക്സ്റ്റേണൽ ആയിട്ട് കണക്ഷൻ, അതൊരു ബാറ്ററിയുടെ നെഗറ്റീവിലേക്ക് പോകുന്നു. ഈ പോസിറ്റീവിൽ നിന്ന് ബാറ്ററിയുടെ പോസിറ്റീവിലേക്ക് പോകുന്നു. ഈ രീതിയിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ എന്താണ് ഈ സീരീസ് ആയിട്ടുള്ള കണക്ഷനിൽ എന്തായിരിക്കും എഫക്റ്റീവ് കപ്പാസിറ്റൻസ്? അപ്പോൾ ഈ രണ്ടും കൂടെ ചേർന്നൊരു സിംഗിൾ കപ്പാസിറ്റൻസ് CS, സീരീസ് എന്ന് ഉദ്ദേശിക്കുന്നതാണ്, CS ആയിട്ട് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ബാറ്ററി വോൾട്ടേജ് സെയിം ആണ്, നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ സീരീസ് കണക്ഷൻ്റെ പ്രത്യേകത, വോൾട്ടേജ് V എന്ന് പറയുന്നത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് കപ്പാസിറ്റർ C1 അക്രോസ് ഉള്ള വോൾട്ടേജും C2 അക്രോസ് ഉള്ള വോൾട്ടേജും വേറെ വേറെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ സീരീസ് ആണ് ഇട്ട് കണക്ട് ചെയ്താൽ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചാർജസ് വിൽ ബി സെയിം ഓൺ ബോത്ത് കപ്പാസിറ്റേഴ്സ്. അതായത് നമ്മൾ +Q -Q എടുക്കുന്നത്, ഇവിടെ +Q ആണെങ്കിൽ ഇവിടെയും +Q ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ അതിന് കാരണം ഇവിടെ എന്തെങ്കിലും ഇപ്പോൾ ഇവിടെ -Q ഇവിടെ +Q വരും. അപ്പോൾ ഇവിടെ ചാർജസിൻ്റെ വാല്യൂ വ്യത്യാസമായിട്ട് വന്നാൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ ഒരു ഇലക്ട്രിക് കറണ്ട് ഉണ്ടാവുകയും ചാർജസ് ഫ്ലോ ചെയ്യുകയും ചെയ്യും. ഇത് രണ്ടും ഈ കപ്പാസിറ്റർ പ്ലേറ്റ്സിലൊക്കെ ഈക്വൽ ചാർജ് ഉണ്ടാകുന്നവരെയും ചാർജ് ഫ്ലോ ചെയ്യും. അപ്പം നമുക്ക് സീരീസ് ആയിട്ട് കണക്ഷനിൽ എപ്പോഴും എന്താണ് ആക്ച്വലി ടോട്ടൽ ചാർജ് ഓരോന്നിനും 0 ആണ്. നമ്മൾ ഈ +Q ഇവിടെ +Q ആണെങ്കിൽ ഇവിടെ +Q കിട്ടും എന്നാണ് പറയുന്നത്. അതായത് ചാർജ് ഡെൻസിറ്റിയും ചാർജും സീരീസ് കണക്ഷനിൽ സെയിം ആയിരിക്കും. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നതെന്ന് നോക്കാം.
അപ്പം ടോട്ടൽ വോൾട്ടേജ് V ഈക്വൽ ടു V1 പ്ലസ് V2, അത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനാണ്. ഇനി വി ഹാവ് ദി ഇക്വേഷൻ, കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? C ഈക്വൽ ടു Q/V ആണ് അല്ലേ. അപ്പോൾ ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടും. ഒന്ന് Q ഈക്വൽ ടു CV-യും അതുപോലെ തന്നെ V ഈക്വൽ ടു Q/C എന്നുള്ള രണ്ട് ഇക്വേഷൻ കിട്ടും. ഇവിടെ V1നും V2നും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V1ൻ്റെ കേസിൽ എന്തായിരിക്കും? രണ്ട് കപ്പാസിറ്ററിൻ്റെയും പോസിറ്റീവ് പ്ലേറ്റിലുള്ള ചാർജ് സെയിം ആയിരിക്കും, അതുപോലെ നെഗറ്റീവ് പ്ലേറ്റിലുള്ള ചാർജും സെയിം ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്തായിരിക്കും? V1 ഈക്വൽ ടു Q/C1 എന്ന് എഴുതാം, V2 ഈക്വൽ ടു Q/C2 എന്ന് എഴുതാം. ഇനി ഇത് രണ്ടും കൂടെ ഇക്വേഷൻ 1ലേക്ക് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പം V ഈക്വൽ ടു എന്തായിരിക്കും? Q/C1 പ്ലസ് Q/C2 എന്ന് കിട്ടും. അപ്പോൾ ഇത് ഇനി നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് കപ്പാസിറ്റേഴ്സും കൂടെ ചേർന്ന് ഒരു സിംഗിൾ കപ്പാസിറ്റർ ആയിട്ട് മാറുവാണെന്ന് വിചാരിക്കുക, അത് C. ഇനി നമ്മുടെ ഇവിടെ അപ്പോൾ ഈ ഇതിൻ്റെ സിംഗിൾ കപ്പാസിറ്ററായിട്ട് മാറുമ്പം ഈ പുതിയ കപ്പാസിറ്ററിൻ്റെയും ചാർജസ് പ്ലസ് Q മൈനസ് Q ആയിരിക്കും. സീരീസ് ആയിട്ട് വരുമ്പം അങ്ങനെയേ വരുള്ളൂ. അപ്പം ഈ CS-ഉം V-യും ഒക്കെ തമ്മിലുള്ള റിലേഷൻ എന്തായിരിക്കും കിട്ടുക? V ഈക്വൽ ടു Q/CS എന്ന് കിട്ടും. അതായത് നമ്മുടെ Q/C എന്നുള്ള ഇക്വേഷനിൽ തൽക്കാലം നമുക്ക് Q/C എന്ന് തന്നെ ഇടാം, അല്ലെങ്കിൽ Q/CS ആണ് ഇവിടെ. അപ്പം Q/C ഈക്വൽ ടു Q/C1 പ്ലസ് Q/C2 എന്ന് കിട്ടും. ഇനി Q ഈ റൈറ്റ് സൈഡിൽ കോമൺ ആണ്, പുറത്തേക്ക് എടുക്കാം. Q ഇൻറ്റു 1/C1 പ്ലസ് 1/C2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇനി Qയും ഈ Qയും ക്യാൻസൽ ആവും, അല്ലെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ Q എന്ന് ചെയ്താൽ മതി. അപ്പോൾ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 എന്ന് കിട്ടും. ഈ C നമുക്ക് പാരലലിൻ്റെ സീരീസിൻ്റെയും തിരിച്ചറിയാൻ വേണ്ടി ഇവിടെ CS എന്ന് കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പം എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2. ഇനി ഇവിടെ എങ്ങനെയാണ് വന്നതെന്ന് ഒന്നും കൂടെ നോക്കാം. അതായത് നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ ആണ് എടുക്കുന്നത്. ടോട്ടൽ പൊട്ടൻഷ്യൽ V വിൽ ബി ഈക്വൽ ടു V1 പ്ലസ് V2 എന്ന് എടുക്കുന്നു. V1ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, V2ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി രണ്ടും കൂടെ ചേർന്നുള്ള എഫക്റ്റീവ് കോമ്പിനേഷനിൽ Vക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. V എന്ന് പറയുന്നത് Q/C അല്ലെങ്കിൽ Q/CS ആണ്. അപ്പം കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. ഇനി രണ്ടെണ്ണം വെച്ചുള്ളൊരു എക്സാമ്പിളാണ് നമ്മൾ കണ്ടത്. അപ്പോൾ രണ്ടെണ്ണം മാത്രമേ ഉള്ളെങ്കിൽ നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം അല്ലേ. അപ്പോൾ C1 ഇൻറ്റു C2 ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിൽ എന്താണ്? C1 പ്ലസ് C2 എന്ന് കിട്ടും. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? C ഈക്വൽ ടു C1 ഇൻറ്റു C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2. അപ്പം പ്രോബ്ലം ചെയ്യാൻ വേണ്ടി രണ്ട് കപ്പാസിറ്റർ മാത്രമേ ഉള്ളെങ്കിൽ ഈ ഇക്വേഷനേക്കാൾ നമുക്ക് ചെയ്യാൻ വേണ്ടി എളുപ്പം ഇതായിരിക്കും. അപ്പോൾ ഇതേപോലെ നമ്മൾ റെസിസ്റ്റേഴ്സിൻ്റെ കേസിലും കാണുന്നുണ്ട് റെസിസ്റ്റൻസ്. അപ്പോൾ C ഈക്വൽ ടു C1 ഇൻറ്റു C2 ഡിവൈഡ് ബൈ C1 പ്ലസ് C2 എന്ന് കിട്ടും. ഇനി എന്തൊക്കെയാണ് നമുക്കതിൻ്റെ സ്പെഷ്യൽ കേസ് എന്താണെന്ന് നോക്കാം. അതായത് ഒന്ന് എന്താണ്? ഇഫ് ദർ ആർ n കപ്പാസിറ്റേഴ്സ് C1 C2 C3 എക്സെട്ര Cn, കുറേ കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് എന്തായിരിക്കും? 1/C അല്ലെ 1/CS ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3 എക്സെട്ര 1/Cn എന്ന് കിട്ടും. ഇനി ഈ കപ്പാസിറ്റേഴ്സ് എല്ലാം, ഈ n കപ്പാസിറ്റേഴ്സ് വെച്ചത് എല്ലാം ഈക്വൽ ആണെങ്കിലോ ഈ C1 C2 C എന്ന് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ഇതിന് നമുക്ക് CS എന്ന് കൊടുക്കാം, മാറിപ്പോകാതിരിക്കാൻ വേണ്ടി. അപ്പോൾ 1/C പ്ലസ് 1/C പ്ലസ് 1/C എന്ന് കിട്ടും. അപ്പം ഇതിവിടെ ഡയറക്റ്റ് എഴുതിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? 1/CS ഈക്വൽ ടു, ഇതെല്ലാം 1/C ആണ് അല്ലേ. അപ്പോൾ n ഇൻറ്റു 1/C എന്ന് കിട്ടും, അല്ലെങ്കിൽ n/C എന്ന് കിട്ടും. 1/CS ഈക്വൽ ടു n/C എന്ന് കിട്ടും. അപ്പം അതിൽ നിന്ന് CS എന്തായിരിക്കും? C/n. അപ്പം ഇത്രയും ഓർത്താൽ മതി. നമുക്കൊരു 10 കപ്പാസിറ്റേഴ്സ് ഒരു 5 പൈക്കോഫാരഡിലുണ്ടെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്തായിരിക്കും? 5/10 ആയിരിക്കും. നമ്പർ, അതായത് കപ്പാസിറ്റൻസ് ഡിവൈഡ് ബൈ നമ്പർ ചെയ്താൽ മതി. അപ്പോൾ ഈ ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത, ഇൻ സീരീസ് കോമ്പിനേഷൻ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി ലെസ് ദാൻ ദ ലീസ്റ്റ് വാല്യൂ ഓഫ് ഗിവൺ കപ്പാസിറ്റേഴ്സ്. നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും.
അപ്പോൾ ഇവിടെ നമുക്ക് സീരീസ് ആയിട്ട് നമ്മൾ കുറേ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുന്നു. 9, 10, 12, 13 അങ്ങനെ കുറേ കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ കൂടെ ഒരു 1 pf കപ്പാസിറ്ററും കൂടി ഉണ്ടെന്ന് വിചാരിക്കാം. n കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ അതിൽ ഏറ്റവും ചെറുതായ 1നേക്കാളും കുറവേ കപ്പാസിറ്റൻസ് കിട്ടുള്ളൂ. അത് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പം ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, ഇൻ സീരീസ് കോമ്പിനേഷൻ ദ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി ലെസ് ദാൻ ദ ലീസ്റ്റ് കപ്പാസിറ്റൻസ്. അപ്പോൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിൽ ഏറ്റവും ചെറിയ കപ്പാസിറ്റൻസ് ഏതാണോ അതിലും കുറവ് വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇനി പാരലൽ കോമ്പിനേഷൻ നോക്കാം. അപ്പം പാരലായിട്ട് ഇവിടെ 3 കപ്പാസിറ്റേഴ്സ് കണക്ട് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. C1, C2, C3 പാരലായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല. ഇവിടെ പോസിറ്റീവ് ചാർജസും, ഒരു മിനിറ്റ്, അപ്പോൾ ഇവിടെ നോക്കുക, ഇത് ഈ മൈനസും പ്ലസും ഇട്ടത് തിരിഞ്ഞു പോയിട്ടുണ്ട്. ഇവിടെ പ്ലസ് ആണ് വരേണ്ടത്, ഇവിടെ മൈനസും. അപ്പോൾ C1, C2, C3 അപ്പം ഈ പ്ലേറ്റ്സിനെല്ലാം പോസിറ്റീവ് ചാർജും ഇവിടെയെല്ലാം നെഗറ്റീവ് ചാർജാണ്. അപ്പം പാരലായിട്ട് കണക്ട് ചെയ്യുമ്പം ഒരു പോസിറ്റീവ് പ്ലേറ്റ് എടുത്ത് നെക്സ്റ്റ് പോസിറ്റീവ് പ്ലേറ്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിൻ്റെ പോസിറ്റീവ് പ്ലേറ്റ് എടുത്ത് അടുത്തതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ നെഗറ്റീവ് പ്ലേറ്റ്സ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നു, പോസിറ്റീവ് പ്ലേറ്റ്സ് എല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഇതിൻ്റെ കോമൺ കണക്ഷൻ ഒരു ബാറ്ററിയിലേക്ക് കൊടുത്തിരിക്കുന്നു. ബാറ്ററിയുടെ ഈ ലോങ് ലൈനാണ് പോസിറ്റീവ്, ഇവിടെ മാർക്ക് ചെയ്ത് തെറ്റിപ്പോയതാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള എഫക്റ്റീവ് കപ്പാസിറ്റൻസിനെ നമുക്ക് CP എന്ന് വിളിക്കാം. ഇവിടെ എങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കാം. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പ്രത്യേകത, ഈ സെയിം വോൾട്ടേജ്, ഇവിടെ വോൾട്ടേജ് V ആണെങ്കിൽ സെയിം വോൾട്ടേജ് തന്നെയാണ് C1ൻ്റെ അക്രോസ് വരിക. അതായത് ഇവിടെ നമ്മൾ 5 കൊടുത്താൽ C1 കപ്പാസിറ്ററിൻ്റെ അക്രോസ് 5 വോൾട്ട് വരും, C2ൻ്റെ അക്രോസ് 5 വോൾട്ട് വരും, അതുപോലെ തന്നെ C3ൻ്റെ അക്രോസ് 5 വോൾട്ട് വരും. ദ വോൾട്ടേജ് വിൽ ബി സെയിം അക്രോസ് ഈച്ച് കപ്പാസിറ്റേഴ്സ് ബട്ട് ദ ചാർജസ് വിൽ ബി ഡിഫറെൻറ്റ്. കപ്പാസിറ്റൻസ് വ്യത്യാസമായതുകൊണ്ട് ചാർജ് വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഇക്വേഷൻ? അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ചാർജ് Q വിൽ ബി ഈക്വൽ ടു Q1 + Q2. രണ്ടെണ്ണം വെച്ചുള്ള എക്സാമ്പിളാണ്. ഒന്നും കൂടെ Q3 എന്നും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ രണ്ടെണ്ണം വെച്ചുള്ള പിക്ചറിൽ 3 കൊടുത്തതേ ഉള്ളൂ. രണ്ടെണ്ണം ഉള്ളത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ Q ഈക്വൽ ടു Q1 + Q2. ഇനി Qൻ്റെ വാല്യൂ എന്താണ്? C × V ആണ് അല്ലേ? അപ്പോൾ ഇവിടെ C × Vക്ക് പകരം C1 × ഇവിടെ എല്ലാത്തിനും സെയിം വോൾട്ടേജ് ആണ്. അപ്പം C1 × V എന്ന് വരും, Q2 C2 × V എന്ന് വരും. അപ്പോൾ അത് നമ്മൾ ആദ്യ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ Q ഈക്വൽ ടു C1 × V + C2 × V. ഇനി ഈ Q എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള പുതിയ കപ്പാസിറ്ററിനും സെയിം വോൾട്ടേജ് ആണ്, പക്ഷേ ചാർജ് എന്തായിരിക്കും? ഇതിൻ്റെ എല്ലാം കൂടെ സം ആയിരിക്കും. അതിനെ നമ്മൾ Q എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ചാർജ് Q ആണ്, ഇത് CP ആണ്, ഇത് V ആണെങ്കിൽ നമുക്ക് Q ഈക്വൽ ടു CP × V എന്ന് വിളിക്കാം. ഇനി C ആണെങ്കിലോ Q ഈക്വൽ ടു C × V എന്നും പറയാം. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. Q ഈക്വൽ ടു C × V എന്ന് കൊടുക്കുന്നു. അപ്പോൾ C × V ഈക്വൽ ടു C1V + C2V എന്ന് വരും. അപ്പോൾ C × V, അപ്പോൾ ഇവിടെ എന്താണ്? ഡിവൈഡിങ് ത്രൂ ഔട്ട് ബൈ V ക്യാൻസൽ ആയി പോകും. C ഈക്വൽ ടു C1 + C2 എന്ന് കിട്ടും. അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം, ഇവിടെ കപ്പാസിറ്റർ പാരലാണെങ്കിൽ അതിൻ്റെ പ്രത്യേകത വോൾട്ടേജ് സെയിം ആണ്, ചാർജ് ഡിഫറെൻ്റ് ആണ്. അപ്പം എഫക്റ്റീവ് കപ്പാസിറ്റൻസിൽ കിട്ടുന്ന ടോട്ടൽ ചാർജ് സം ഓഫ് ദി ചാർജസ് ആയിരിക്കും Q1 + Q2. Q1നും Q2നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇനി അപ്പോൾ C1 × V + C2 × V. ഇനി Q എന്ന് പറയുന്നത് C × V ആയിരിക്കും, അല്ലെങ്കിൽ CP × V ആയിരിക്കും. അപ്പോൾ ഇതാണ് ദ കപ്പാസിറ്റൻസ് വിൽ ബി ഈക്വൽ ടു സം ഓഫ് ദി ഇൻഡിവിജ്വൽ കപ്പാസിറ്റേഴ്സ്. ഇനി ഇതിൻ്റെ നേരത്തെ പോലെ പ്രത്യേകതകൾ നോക്കാം. ഇഫ് ദർ ആർ n കപ്പാസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ C ഈക്വൽ ടു എന്തായിരിക്കും? C1 + C2 + C3 എക്സെട്ര Cn ആയിരിക്കും. ഇനി ഇതെല്ലാം ഈക്വൽ ആണെങ്കിലോ, എല്ലാവരും 10 pf ആണെന്ന് വിചാരിക്കുക. ഈക്വൽ ആണെങ്കിൽ എന്താണ്? CP ഈക്വൽ ടു ഇതെല്ലാം ഈക്വൽ ആണ്, ഈക്വൽ ടു C ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ Cക്ക് വരെ CP എന്ന് കൊടുക്കുന്നു. CP ഈക്വൽ ടു n × C. അതായത് 10 കപ്പാസിറ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക, 5 pf. അപ്പം എഫക്റ്റീവ് എത്തായിരിക്കും 10 × 5 50 pf ആയിരിക്കും കിട്ടുക.
ഇനി പാരലൽ കോമ്പിനേഷൻ്റെ പ്രത്യേകത എന്താണ്? എഫക്റ്റീവ് കപ്പാസിറ്റൻസ് വിൽ ബി ഗ്രേറ്റർ ദാൻ ദ ലാർജസ്റ്റ് വാല്യൂ ഓഫ് ഗിവൺ കപ്പാസിറ്റീസ്. അപ്പം നമുക്ക് കുറേ കപ്പാസിറ്റൻസ് ഉണ്ടെന്നിരിക്കാം, എല്ലാം പൈക്കോഫാരഡിലാണ്, 5, 6, 7, 8, 9 അങ്ങനെ കുറേ എണ്ണം ഉണ്ട്, സമ്മേഷനാണ് വരുന്നത്, ഒരെണ്ണം 100 ഉണ്ടെന്ന് വിചാരിക്കാം. എന്തായാലും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് പറയുന്നത് 100-നേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അതാണ് സീരീസിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഇനി ഈ ഒരു പ്രോബ്ലം നോക്കാം. ഈ ഒരു പ്രോബ്ലം നോക്കാം. എ നെറ്റ്വർക്ക് ഓഫ് 4 10 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ടു എ 100 വോൾട്ട് സപ്ലൈ ആസ് ഷോൺ ഇൻ ഫിഗർ. ഡിറ്റർമിൻ ദി ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദ നെറ്റ്വർക്ക്. അപ്പോൾ 4 കപ്പാസിറ്റേഴ്സ് ഉണ്ട്, C1, C2, C3, C4. അപ്പോൾ ഇതിങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. എല്ലാത്തിനും സെയിം ചാർജാണ്, സെയിം അല്ല, ചാർജസ് വ്യത്യാസമുണ്ട്. അപ്പം അത് കണക്ട് ചെയ്തത് ഇവിടെ ABCD ADക്ക് അക്രോസാണ് നമ്മുടെ വോൾട്ടേജ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് കാണുമ്പം ഇങ്ങനത്തെ പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ആലോചിക്കണം, അത് സീരീസ് ആണോ പാരലൽ ആണോ എന്ന് ആലോചിക്കണം. ഇത് റെസിസ്റ്റേഴ്സിൻ്റെ കേസ് ആണെങ്കിൽ സെയിം ആണ്. അപ്പം നമ്മൾ ആലോചിച്ച് നോക്കാം. അപ്പം സെയിം കറണ്ട് പാസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് നെഗറ്റീവ് അങ്ങനെ കണക്ട് ചെയ്യുന്നതൊക്കെ സീരീസ് ആയിരിക്കും. ഇനി പോസിറ്റീവും വരുന്നത് പാരലായിരിക്കും. അല്ലെ സെയിം കറണ്ട് പാസ് ചെയ്യുന്ന പോലെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ A തൊട്ട് D വരെയുള്ള പാർട്ടിലുള്ളത് C1, C2, C3 എന്താണ് സീരീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ അത് മൂന്നും കൂടെ ചേർന്ന് നമുക്കൊരു പുതിയ കപ്പാസിറ്റർ C123 എന്നോ അല്ലെ C' എന്നോ വിളിക്കാം. അത് C4നോട് പാരലായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പം C1, C2, C3 ആർ ഇൻ പാരലൽ, ഇൻ സീരീസ്. അപ്പോൾ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് 1/C' എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് ഈക്വൽ ടു എന്തായിരിക്കും? 1/C1 + 1/C2 + 1/C3 എന്ന് എഴുതാം. അപ്പോൾ C1, C2, C3 എല്ലാം 10 മൈക്രോഫാരഡ് ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കതിൻ്റെ ഫൈനൽ ഇക്വേഷൻ അറിയാം, ഇങ്ങനെ ചെയ്യണമെന്നില്ല. എന്തായിരുന്നു? C/N എന്നാണ് അല്ലേ, 10/3 എന്ന് കിട്ടും. ഈക്വൽ കപ്പാസിറ്റേഴ്സ് ആണെങ്കിൽ 1/10 ഇങ്ങനെ 1/10 + 1/10 3/10 മൈക്രോഫാരഡ് എന്ന് കിട്ടും. അപ്പോൾ ഇത് 3/10 മൈക്രോഫാരഡ് ഈക്വൽ ടു C' എന്ന് ഇട്ട് വെക്കരുത്, 1/C' ആണ്. അപ്പോൾ C' ഈക്വൽ ടു 10/3 മൈക്രോഫാരഡ്. അല്ലെങ്കിൽ ഡയറക്റ്റ് നമുക്ക് C/N എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചാലും അത് തന്നെ കിട്ടും. അപ്പം 10/3. ഇനി എന്താണ്? ഇങ്ങനെ വരുന്ന ആ കപ്പാസിറ്ററും C' C4 തമ്മിൽ പാരലായിരിക്കും. അപ്പം ആ പുതിയതിനെ നമുക്ക് C എന്ന് വിളിക്കാം. അപ്പം പാരലാണെങ്കിൽ എന്തായിരിക്കും? C വിൽ ബി ഈക്വൽ ടു C' + C4. അപ്പോൾ 10/3 മൈക്രോഫാരഡ് + 10 മൈക്രോഫാരഡ് എന്ത് കിട്ടും? 10/3 എന്ന് പറയുന്നത് 3.33 ആണ്, + 10 മൈക്രോഫാരഡ്. അപ്പം 13.33 മൈക്രോഫാരഡ് കിട്ടും. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൽ ഈ 3 സീരീസ് ആയിട്ട് വരുന്നു. അതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഇതുമായിട്ട് പാരലായിട്ട് വരുന്നു. ഇത് സുജിത് സാറിൻ്റെ നോട്ടാണ്. ഇതിൽ 2 അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ, in the above problem find the charge on each capacitor. Note the charge on a capacitor is the charge on the plate with the higher potential equal and opposite to the charge on the plate with the lower potential. അതായത് നമ്മുടെ ഈ പ്രോബ്ലത്തിൽ നമ്മുടെ ഇവിടെ എല്ലാം സീരീസ് ആകുമ്പോൾ എല്ലാം സെയിം ആയിരിക്കും അല്ലേ, +Q - Q +Q - Q കൊടുത്തിരിക്കുന്നു. ഇനി C4ന് +Q' - Q' എന്നും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ആദ്യം ഈ Qവും ഈ Q' കണ്ടുപിടിക്കണം. ഏതെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചാൽ മതി. +Q' കണ്ടുപിടിച്ചാൽ +Q കണ്ടുപിടിച്ചാൽ അതിൻ്റെ മൈനസ് വാല്യൂ ആയിരിക്കും. ശരിക്കും ടോട്ടൽ ചാർജ് എന്താണ്? കപ്പാസിറ്റർ ടോട്ടൽ ചാർജ് ഓർക്കുക 0 ആണ്. ഈ രണ്ടും കൂടെ കൂട്ടി മുടിച്ചിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ തമ്മിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായി, സ്പാർക്ക് ഉണ്ടായിട്ട് അതിൽ ചാർജ് ഡിസ്ചാർജ് ആയി പോകും. അപ്പം ഇവിടെ ഫസ്റ്റ് പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതുപോലെ സെക്കൻഡ് പ്രോബ്ലം, ഇത് രണ്ടും കൂടെ നോക്കിയിട്ട് ഞാൻ അതിൻ്റെ സെക്കൻഡ് പ്രോബ്ലം നോക്കാം. കുറേ പ്ലേറ്റ്സ്, കപ്പാസിറ്റേഴ്സ് അല്ല, കപ്പാസിറ്റർ പ്ലേറ്റ്സ് 1, 2, 3, 4 N ഇതെല്ലാം ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം കൂടെ മുകളിലൊരു പോസിറ്റീവിലേക്കും ഇതെല്ലാം കൂടെ നെഗറ്റീവിലേക്കും കണക്ട് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ എഫക്റ്റീവ് N പാരലൽ പ്ലേറ്റ്സ് വിത്ത് ഇറ്റ് ഓഫ് സെയിം ഏരിയ ആൻഡ് സെപ്പറേറ്റഡ് ബൈ ഈക്വൽ ഡിസ്റ്റൻസ് D വിത്ത് എയർ ഓർ വാക്വം ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. വാട്ട് ഈസ് എഫക്റ്റീവ് കപ്പാസിറ്റി? ഇങ്ങനെ ഒരു കപ്പാസിറ്റർ ഉണ്ടെന്ന് വിചാരിക്കുന്നത്. പ്ലേറ്റ്സിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആക്ച്വലി സീരീസ് ആണോ പാരലൽ ആണോ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അതായത് 1ഉം 2ഉം
1 പ്ലസിലേക്ക് പോയിട്ടുണ്ട്, 2 മൈനസിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ 1ൻ്റെ ഈ 3യും പ്ലസിലേക്കാണ് പോയിരിക്കുന്നത്. 1ഉം 3യും തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു, 2ഉം 4ഉം തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് ആലോചിച്ചാൽ പറയാം ഇത് സീരീസ് ആണോ പാരലാണോ വരുന്നതെന്ന് നമുക്കൊന്ന് സങ്കല്പിച്ച് നോക്കാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ 2 ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഇതിലെ ഫസ്റ്റ് C4ലെ ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. Q = C × V എന്നാണ്. അപ്പം Q' = C4 × V. C4ൻ്റെ വാല്യൂ എന്താണ്? 10 മൈക്രോ ഫാരഡ് ഇൻറ്റു V. ഇനി C1 C2 C3ലെല്ലാം ഈക്വൽ ആണ്. അപ്പോൾ അതിലെ ചാർജ് Q എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ടോട്ടൽ ഈ മൂന്നിൻ്റെയും കൂടെ എഫക്റ്റീവിൻ്റെ ചാർജ് സെയിം തന്നെയായിരിക്കും അല്ലേ. അപ്പം C1 2 3 അല്ലെങ്കിൽ C' എന്ന് പറയുന്ന വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10/3 മൈക്രോ ഫാരഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം Q = C' × V എന്ന് കിട്ടും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം താഴത്തെ കപ്പാസിറ്റർ കണ്ടുപിടിക്കുന്നത് നമുക്ക് C1 C2 C3 = 10 മൈക്രോ ഫാരഡ്. ഇനി Q = C × V എന്നുള്ള ഇക്വേഷൻ. Q4ൻ്റെ കണ്ടുപിടിക്കാൻ വേണ്ടി C4 × V. അപ്പം 10 × 10⁻6 × 500. അപ്പോൾ ഞാനത് സിംപ്ലിഫൈ ചെയ്യുമ്പം 5 × 10⁻3 × 10⁻6 ഈ 2 സീറോസും ഈ 0 കൂടെ 10 കൂടെ ചേർത്ത് 10⁻3 ഇട്ടു, ഇൻറ്റു 10⁻6 ഇട്ടു. അപ്പം 10⁻3 × 10⁻6 10⁻³ എന്ന് വരും. അപ്പം 5 × 10⁻³ കൂളമാണ് ആ 4th കപ്പാസിറ്ററിലുള്ളത്. ഇനി C' അല്ലെ C1 2 3യിലുള്ളത് എന്താണെന്ന് നോക്കാം. C' 10/3 മൈക്രോ ഫാരഡ് ആണ്. ഇവിടെ നമുക്ക് Q അല്ലെങ്കിൽ Q1 2 3 എന്ന് പറയുന്നത് C' × V ആണ് അല്ലേ. C' എന്ന് പറഞ്ഞാൽ 10/3 × 10⁻6 × 500 എന്ന് കിട്ടും. അപ്പോൾ നേരത്തെ ചെയ്തതിൻ്റെ ഒരു /3 കൂടെ വരുന്നുള്ളൂ. ആൻസർ എത്രയാണ്? 1.66 × 10⁻³ കൂളം എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ അസൈൻമെൻറ്റ് നിങ്ങളത് ഒന്നുകൂടെ ആലോചിച്ച് നോക്കുക. പ്ലേറ്റ്സ് 1 2 1 പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, 2 നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു, പിന്നെ 1ഉം 3യും തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് മാറ്റി വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെയായിരിക്കും വരിക. ഇനി 2ഉം 4ഉം തമ്മിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തു. അടുത്തൊരു 5ഉം 6 ഉണ്ടെങ്കിലോ ഇവിടെ 5 വരും, ഇവിടെ 6 വരും. അപ്പോൾ എന്താണ് ആക്ച്വലി നമ്മൾ നേരത്തെ കണ്ട പിക്ചറിൽ നിന്ന് മാറി നമ്മുടെ അതായത് ഇങ്ങനെ ഇരിക്കുന്ന ഈ കപ്പാസിറ്റർ പ്ലേസ് ആക്ച്വലി എന്താണ്, അത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പം അത് പാരലായിട്ടാണ് വരുന്നത് അല്ലേ. പാരലൽ കപ്പാസിറ്റേഴ്സ് ആണ്, n പാരലൽ കപ്പാസിറ്റേഴ്സ് ആണ്. അപ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ ε0 A/D ആണെങ്കിൽ C' = എന്തായിരിക്കും? n × ε0 A/D എന്ന് കിട്ടും. ഹായ് സ്റ്റുഡൻസ്, അപ്പം നമ്മൾ 2 ക്ലാസ്സുകളുടെ ഒരു ഫോളോ അപ്പ് ഇവിടെ കണ്ടു. ക്ലാസ് 20യുടെയും 21ൻ്റെയും. 20ൽ ഡയലക്ട്രിക് പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്നും 21ൽ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷനാണ്. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? 1/C = 1/C1 + 1/C2 + 1/C3. ഇനി പാരലൽ ആണെങ്കിലോ C = C1 + C2 + C3 എക്സെട്ര. ഇനി അതിൻ്റെ 1-2 പ്രോബ്ലംസും കണ്ടു. ഇതിൽ തന്നെ ചെയ്ത പ്രോബ്ലവും അതുപോലെ തന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം കണ്ടു. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് HS11 നോട്ടിലാണെങ്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇപ്പോൾ HS11 ഒരു പ്രോബ്ലം ചെയ്യാം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അടുത്ത ക്ലാസ് ചിലപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് ആയിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 28. 3 capacitors, each of capacitance 9 pF are connected in series. What is the capacitance of the combination? അപ്പോൾ സീരീസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്? 1/9 + 1/9 + 1/9 അല്ലെങ്കിൽ നമുക്കറിയാം C/n എന്നുള്ളതാണ്. അപ്പം 9/3 ഇപ്പോൾ 3 പൈക്കോഫാരഡ് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കാം. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് കപ്പാസിറ്റർ ഇഫ് ദ കോമ്പിനേഷൻ ഈസ് കണക്റ്റഡ് ടു എ 120 വോൾട്ട് സപ്ലൈ. അതായത് ഇപ്പോൾ ഇതിൻ്റെ ആദ്യം നിങ്ങളൊരു പിക്ചർ വരയ്ക്കണം. അപ്പം 3 കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു, 120 വോൾട്ടാണ്. 3ൻ്റെയും കപ്പാസിറ്റൻസ് ഈക്വൽ ആണ്, അതുപോലെ തന്നെ ചാർജസ് സെയിം ആണ്. അപ്പോൾ എന്തായാലും വോൾട്ടേജ് ഈക്വൽ ആയിട്ടായിരിക്കും ഡിവൈഡ് ചെയ്യുക. വോൾട്ടേജിൻ്റെ വാല്യൂ 40 + 40 + 40. അപ്പോൾ അങ്ങനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അടുത്ത ക്ലാസ്സിൽ ബാക്കി ഭാഗം നോക്കാം. അപ്പോൾ ഈ കപ്പാസിറ്റേഴ്സ് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ്.
അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി.